الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള വിശ്വാസികളെ, ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. ആദരവില്ല, ബഹുമാനില്ല. അത് കുട്ടികൾക്കും ഇല്ല, വലിയ ആൾക്കാർക്കും ഇല്ല. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മലക്കുകളുടെ ഉസ്താദായിരുന്നു. അവനെ അള്ളാഹു പുറത്താക്കി. കാരണം എന്താ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തായി? അഹങ്കാരം കൊണ്ട് നിഷേധിച്ചു, അനാദരവ് കാണിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല, അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അതായത്, അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അത് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ സ്ഥാനം നഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ മാതാപിതാക്കള്, ഗുരുവര്യന്മാര്, അതുപോലെ തന്നെ മുതിർന്നവര് തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോട് ഉണർത്തുകയാണ്, അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവനും അച്ചടക്കമുള്ളവരുമായിരിക്കണം. അതാണ് നമ്മുടെ മതം, അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം. അല്ലാതിരുന്നാൽ നാം വഴിപിഴച്ചവരായി മാറും. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.